ഇതെന്റെ കൈവണ്ണം അല്ലാട്ടോ. കഴിഞ്ഞ ദിവസം ഒരു കടന്നൽ കുത്തിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആദ്യം ഒരു ചെറിയ തടിപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ സമയം കഴിയുന്തോറും നീര് കൂടി വരാൻ തുടങ്ങിയേ. രാവിലെ ആയിരുന്നു കുത്തിയത്. വൈകുന്നേരം ആയപ്പോഴേക്കും സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലും വേദനയും നീരും. കൈ അനക്കാൻ വയ്യ. അതായത് കൈമുട്ടിന്റെ പകുതി വരെ നീരായി. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു. ബട്ടക്സിലും കയ്യിലൊക്കെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. ബ്ലഡ് ടെസ്റ്റും ഉണ്ടായിരുന്നേ. പിന്നെ കലാമിൻ ലോഷൻ പുരട്ടാൻ തന്നു. ഗുളികയും തന്നു. എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലുമൊക്കെ റൂമിലോ ടെറസിലോ സ്റ്റോർ റൂമിലോ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവയ്ക്കും. ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞായിരിക്കും അത് തിരക്കി ചെല്ലുക. ആ സമയത്ത് ഇങ്ങനെ ചിലരൊക്കെ വല്ല ഇഴജന്തുക്കളോ കടന്നലോ തേനീച്ചയോ ഒക്കെ കൂടും കൂട്ടി ഫാമിലിയായി താമസം തുടങ്ങിയിട്ടുണ്ടാവും. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. കയ്യിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കണ്ണിലൊക്കെ ആയിരുന്നേൽ എന്ത് ബുദ്ധിമുട്ടായേനെ. കുഞ്ഞു മക്കളെയൊക്കെ ആയിരുന്നേലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബായ്. ഇതെന്റെ കൈവണ്ണം അല്ലാട്ടോ. കഴിഞ്ഞ ദിവസം ഒരു കടന്നൽ കുത്തിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആദ്യം ഒരു ചെറിയ തടിപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ സമയം കഴിയുന്തോറും നീര് കൂടി വരാൻ തുടങ്ങിയേ. രാവിലെ ആയിരുന്നു കുത്തിയത്. വൈകുന്നേരം ആയപ്പോഴേക്കും സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലും വേദനയും നീരും. കൈ അനക്കാൻ വയ്യ. അതായത് കൈമുട്ടിന്റെ പകുതി വരെ നീരായി. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു. ബട്ടക്സിലും കയ്യിലൊക്കെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. ബ്ലഡ് ടെസ്റ്റും ഉണ്ടായിരുന്നേ. പിന്നെ കലാമിൻ ലോഷൻ പുരട്ടാൻ തന്നു. ഗുളികയും തന്നു. എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലുമൊക്കെ റൂമിലോ ടെറസിലോ സ്റ്റോർ റൂമിലോ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവയ്ക്കും. ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞായിരിക്കും അത് തിരക്കി ചെല്ലുക. ആ സമയത്ത് ഇങ്ങനെ ചിലരൊക്കെ വല്ല ഇഴജന്തുക്കളോ കടന്നലോ തേനീച്ചയോ ഒക്കെ കൂടും കൂട്ടി ഫാമിലിയായി താമസം തുടങ്ങിയിട്ടുണ്ടാവും. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. കയ്യിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കണ്ണിലൊക്കെ ആയിരുന്നേൽ എന്ത് ബുദ്ധിമുട്ടായേനെ. കുഞ്ഞു മക്കളെയൊക്കെ ആയിരുന്നേലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബായ്.